മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നമസ്കാരം. വെട്ടം ന്യൂസ് ക്യാപ്സുലേക്ക് സ്വാഗതം. താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി വി അബ്ദുറഹിമാന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം കമ്മിറ്റി. വർഷങ്ങളോളം മന്ത്രിയായിരുന്ന കാലത്ത് റിപ്പോർട്ട് പുറത്തുവിടാൻ നടപടി സ്വീകരിക്കാതിരുന്ന വി അബ്ദുറഹിമാൻ പുതിയ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഉത്തരവാദിത്തമില്ലാത്ത നിലപാടാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. മൂപ്പർ എന്തുകൊണ്ട് പൂത്തിവെച്ചു എന്ന് ആദ്യം ഇങ്ങോട്ട് പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. 3 മാസം 2 മാസമല്ലേ ആയിട്ടുള്ളൂ. വർഷങ്ങളോളം മൂപ്പർ എന്തുകൊണ്ട് ഇത് പൂത്തിവെച്ചു, അതിനാദ്യം മൂപ്പര് മറുപടി പറയട്ടെ. പിന്നെ മൂപ്പരെ പോലത്തെ ആളുകൾക്ക് ഇനി ഞങ്ങൾ മറുപടി പറയും. കാരണം ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു വ്യക്തി, ആ വ്യക്തിയോട് ഞങ്ങൾ എന്ത് പറയുന്നത്? CPM പറയട്ടെ, അയാൾ CPM ആണെന്ന്. മൂപ്പര് പറയട്ടെ, ഞാൻ ഇപ്പോഴും CPM ആണെന്ന് പറയട്ടെ. ഇത് രണ്ടും പറയാതെ മൂപ്പര് ഏതോ സുപ്രഭാതത്തിൽ റിപ്പോർട്ടർ തന്നെ ചോദിച്ചതാണ് നാട്ടിൽ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഇല്ലാത്ത ആളാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങളിതിൽ മൂപ്പർക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തന മേഖലയിൽ മൂപ്പരിപ്പം ഞങ്ങൾക്ക് കണക്കില്ല. എന്തായാലും പിന്നെ അന്വേഷണ റിപ്പോർട്ട് അവർ നിയമിച്ച അന്വേഷണ കമ്മീഷനാണ് മോഹൻകുമാർ കമ്മീഷൻ എന്നുള്ളത്. അയാൾ പോയ CPM കാരനാണെന്നും SFI കാരനാണെന്നും ഇപ്പോൾ എന്നെക്കാൾ ഉപരി നിങ്ങൾക്കറിയാം. എന്തായാലും ആ അന്വേഷണ റിപ്പോർട്ട് എന്തായാലും വരും, പുറത്ത് വരും. ആ പുറത്ത് വന്നാൽ അപ്പോൾ നോക്കാൻ വന്നു. എന്തായാലും മൂപ്പര് ആ ബാധ ഇതുവരെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കണം. അത് കുറച്ചാൽ പിന്നാലും 22 ആൾ മരിച്ച കേസല്ലേ. അല്ല, ഞങ്ങൾ കേവലം ഒരു അന്വേഷണ റിപ്പോർട്ട് കാത്തല്ല നിൽക്കുന്നത്. നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്, അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ക്രിമിനലുകൾക്ക് അവർ ശിക്ഷിക്കപ്പെടുമോ, അവർ രക്ഷപ്പെടുമോ? അല്ല. ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിയിൽ ഈ കേസുണ്ട്. ആ കേസിനെ കുറിച്ച് ഞങ്ങൾ പഠിക്കട്ടെ. അന്വേഷണം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്ന് ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കാണ് ഞങ്ങൾ ഇത് അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുള്ളത് മേലാൽ ബോട്ടപകടം ഉണ്ടാവാതിരിക്കാനും അതിലെന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, വന്ന അപകടത്തിൽ എന്തൊക്കെ പാഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണ കാര്യങ്ങളൊക്കെയാണ്. അതിനേക്കാൾ ശ്രദ്ധ ഞങ്ങൾ തരുന്നത് 22 മനുഷ്യ ജീവനുകൾ കൊല ചെയ്യപ്പെട്ട അതിൽ ഉത്തരവാദപ്പെട്ട ക്രിമിനലുകളുണ്ട്. ആ ക്രിമിനലുകളുടെ കേസുകൾ ഇതുവരെ എവിടെ എത്തിയിട്ടില്ല, വിചാരണ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അടിയന്തരമായും അന്നത്തെ LDF ഗവൺമെൻറ് പറഞ്ഞത് വളരെ സ്പീഡിൽ വിചാരണ നടത്തി ക്രിമിനൽസുകളെ ശിക്ഷിക്കപ്പെടുമെന്നാണ്. അത് ആ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് ഞങ്ങൾ ആ ക്രിമിനലുകളെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ പരിഗണന. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.